ജീവിതത്തിൽ ഉസ്താദിനെ കൂടെ ഇരുന്നും നിന്നും ഉസ്താദിന്റെ ഉള്ളിലും മുറക്കിലും ഉസ്താദിന്റെ നടത്തത്തിലും ഇരുത്തത്തിലും എല്ലാം ഉസ്താദിനെ അനുഭവിക്കാൻ കഴിഞ്ഞ നിങ്ങളോടാണ് ഞാൻ യഥാർത്ഥത്തിൽ അനുസ്മരണം പറയിപ്പിക്കേണ്ടത്. കാരണം എനിക്ക് അത്രത്തോളം ഉസ്താദിന് വലിയ ബന്ധമില്ല. ആകെ ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു പ്രഭാഷണ രീതിയിലാണ് ഉസ്താദിനെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ധന്യരാവാൻ പോകുന്നത്. മരണം തന്നെ ഒന്ന് നോക്ക്. വിശുദ്ധമായ പുണ്യമേറിയ സഫറിന്റെ പേരെ ചലിച്ചു പോയെങ്കിൽ ആ ഹബീബിന്റെ പരിശുദ്ധമായ ജീവിതത്തിനോട് സാമ്യതയുള്ള മുത്തബിഉസ്സുന്നയായ ജീവിതത്തിൽ ഒരു സൂക്ഷ്മത മാത്രം പുലർത്തി അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ ഒരവസരം പറയുകയുണ്ടായി, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഏതാണെന്നറിയോ? ഏറ്റവും ശക്തനായ മനുഷ്യൻ ആരാണെന്നറിയോ? അള്ളാഹു റസൂൽ സ്വഹാബത്തിനോട് ഒരു വസിയത്ത് ചെയ്യുകയാണ്. സ്വഹാബ, നിങ്ങളോട് ഞാൻ വലിയ ഒരു വസിയത്ത് പറയാം. ആ വസിയത്ത് പലർക്കും പാലിക്കാൻ ഒരുപാട് പ്രയാസമുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ പറയണം നബിയെ. അള്ളാഹു റസൂൽ പറഞ്ഞ വസിയത്ത് കുറെ നിസ്കരിക്കാനും നോമ്പെടുക്കാനും ഖുർആൻ ഓതാനും സദഖ ചെയ്യാനല്ല. ലാ തഖ്ലു, ദേഷ്യപ്പെടരുത്. ഇരിക്കുന്ന ആളുകളിൽ നിന്നുള്ള പലരും, എന്റെ സ്വന്തം അഭിപ്രായമല്ല, പലരും പറഞ്ഞതാണ്, ഉസ്താദ് ജീവിതത്തിൽ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനാരാണ്? അള്ളാഹുവിന്റെ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഏറ്റവും വലിയ സ്വഭാവത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ആ വ്യക്തിത്വത്തിന്റെ ഉടമ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സീമുസ്താദിന്റെ ആക്ഷൻ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ആളുകളുടെ മരണം കാണുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അള്ളാഹു സീമുസ്താദിന്റെ ആക്ഷൻ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ആളുകൾക്ക് കൊടുക്കുന്ന മരണം വിധിക്കുന്നത് ഉറപ്പല്ലേ? ഇന്ന് ആ വിഷയത്തിൽ ഊന്നി ആമുഖമായിട്ടാണ് ഇത് ഞാൻ പറയുന്നത്, സംസാരിക്കാം. മഹാനായ സീമുസ്താദിന്റെ ദുരൂഹതയുള്ള കൊലപാതകത്തിൽ അത് വെളിയത്ത് കൊണ്ടുവരണം. കാപാലികന്മാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങളുടെ കൺകുളിർത്തി അവരെ ശിക്ഷയ്ക്കിറയാക്കപ്പെടുന്നത് കാണുമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് അതിന്റെ മുൻപന്തിയിൽ നിന്ന മഹത്തുക്കളായ മഹാനായ ഖാസിം ഉസ്താദ് മരിച്ചതെപ്പോ? എന്റെ ഉസ്താദിന്റെ ക്വാളിറ്റി അവിടെ മനസ്സിലാക്കിയാൽ മതി. എത്രയോ മഹാന്മാരുടെ മരിച്ചുപോയി. എന്നെ ഉസ്താദ് അള്ളാഹു സീം ഉസ്താദിന് കൊടുത്ത പദവിയാണ്. മഹാനായ ഫാഖ ഉസ്താദ് ഇവിടെ പറഞ്ഞു വെച്ചുവല്ലോ, ആശുറാ ദിനം, ബദർ ദിനം, അതുപോലെ മുഹറത്തിന്റെ പുണ്യമേറിയ ദിനങ്ങളിൽ സംഭവബഹുലമായ ഒരുപാട് കാര്യങ്ങൾ നടന്നതുപോലെ മഹാനായ സീം ഉസ്താദിനെ ഇന്നത്തെ ഈ പുണ്യരാത്രിയിൽ പോലും ഒരാണ്ട് കഴിഞ്ഞ് നമ്മൾ ഇവിടെ അനുസ്മരിക്കുന്നത് എന്ത്? സീം ഉസ്താദിന്റെ ദുരൂഹതയുള്ള മരണമാണ്. ആ മരണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച കാപാലികന്മാരെ ഈ പുണ്യരാത്രിയിൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് അവർ കഠോരമായ അനുഭവങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങൾ കൺകുളിർക്കെ കാണാനുള്ള തൗഫീഖ് നീ നൽകണം റബ്ബേ. മഹാനായ ഖാസിം ഉസ്താദിനെ കുറിച്ച് ഞാൻ പറഞ്ഞു മരിച്ചപ്പോ ഖാസിം ഉസ്താദിന്റെ അവസാന സമയത്ത് മഹാനുഭാവന്റെ കൂടെ നിങ്ങൾക്ക് ഫോട്ടോസിൽ കാണാം. അന്ന് ഞാൻ ജോലി ചെയ്തിരുന്നത് ഭയങ്കര മഞ്ചേശ്വരത്തായിരുന്നു. അവിടുത്തെ മഹലിന്റെ ഖത്തീബായിരുന്നു. പ്രിയപ്പെട്ട യുവാക്കൾ എന്നെ വിളിച്ചപ്പോ മഹാനായ ഖാസിം ഉസ്താദ് വരുന്നുണ്ട്. കടലാക്രമണത്തിൽ പല വീടുകളും അവിടെ പോയി. ആ വീട് സന്ദർശിച്ച് മഹാനായ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ റളിയല്ലാഹു തആല